ക്യാഷുവിന് എങ്ങനെയുണ്ട്? അവന് കുറവുണ്ട്. ലച്ചുവിന്റെ തലവേദന കുറവുണ്ടോ? കുറവില്ല അവക്ക്. അമ്മ എന്തുപറ്റി? എനിക്കെന്താ ഛർദിക്കാൻ വരുന്ന പോലൊക്കെ തോന്നുന്നു. ഛർദിക്കാൻ? അയ്യോ, ദൈവക്കൊന്നും തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. നിന്നോട് പറഞ്ഞല്ലേ അവരുടെ അടുത്ത് പോയി കിടക്കല്ലേന്ന്. ഇപ്പൊ സമാധാനമായാ? ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് കിടക്കരുന്ന്. ഛർദിച്ചോ? ഛർദിച്ചോ? നീ കൊണ്ടുപോവാ, ആശുപത്രി കൊണ്ടുപോവാ. ഛർദിച്ചത് ആശുപത്രി കൊണ്ടുപോവാ മകളെ. ആശുപത്രി പോകാം. ആശുപത്രി പോകണ്ട, അവരെന്നെ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കും. അയ്യേ, ഇഞ്ചക്ഷന് പേടിയാ? ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന കാണൂ. അയ്യേ ചേച്ചി നമുക്ക് ശിവയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാം. ഇനിയിപ്പോ വണ്ടിയൊക്കെ കിട്ടുമെന്തോ? ഇതാണ് പറഞ്ഞത്, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഉണ്ടായിരുന്നു എന്ത് ഉപകാരമായിരുന്നേ. കാശ് കൊടുത്തതാ 2 ലക്ഷം രൂപ കൊണ്ടേ കളഞ്ഞത്. അത് നല്ല സൂപ്പർ വണ്ടിയായിരുന്നു. പിന്നെ ഭയങ്കര സൂപ്പർ ആയിരുന്നു. ഓടൂല. അപ്പൊ പറയാനുള്ള സാഹചര്യമാണ് വണ്ടിയെ പറ്റി. പോ നോക്ക്. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. ഈ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയണം, എന്നാലും അതിനൊരു എഫക്ട് ഉണ്ടോ? എനിക്ക് പറയണ പറഞ്ഞിട്ട് പോ. കേശു, മരുന്ന് കഴിക്ക്. മരുന്ന് കഴിക്ക്. അമ്മ, ഈ മരുന്ന് ഭയങ്കര കയ്പാ. ഇത് കഴിച്ചില്ലെങ്കിലേ വയറുവേദന മാറൂല. ഇത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നിന്റെ വയറുവേദന കൂടും. ആവശ്യമില്ലാത്ത വാരി വാരി കഴിച്ചോ. വയറുവേദന വന്നാലും ശരി, ആഹാരം വിട്ട് ഒരു പണിക്കും ഞാനില്ല. കഴിച്ചോടാ, നീ കഴിച്ചോ. പക്ഷെ നിന്റെ ആശുപത്രി കൊണ്ടുവന്ന് നീ വിചാരിക്കണ്ട കേട്ടാ. ഒരു കാര്യം ചെയ്താലോ നമുക്ക്? ഇനി ആശുപത്രി പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവനൊരു 5-6 ട്രിപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം. അമ്മേ, ദയവേത് ആ ട്രിപ്പിന്റെ കാര്യം പറയല്ലേ. കേട്ട് മടുത്തു. പനി വരുന്നത് നല്ലതാടി. അങ്ങനെ ആകുമ്പോ ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ സ്നേഹമാവും, പറയാനെല്ലാം മേടിച്ചു തരും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ട്രിപ്പ് എടുത്ത് ഇങ്ങനെ കയറ്റും. ശിവക്കുട്ടിക്ക് പനി വന്നാലേ നമുക്കൊരു 5 ഇഞ്ചക്ഷൻ അങ്ങ് കൊടുക്കണം. സ്വന്തം മോൾക്ക് പനി വരുമ്പോ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരമ്മ ഇത്ര ദുഷ്ടിയാ എടുത്തിട്ടോ. പിന്നെ അമ്മേ, അച്ഛൻ രാവിലെ പോലും കാണാനില്ലല്ലോ. എന്തെങ്കിലും പരീക്ഷണമാണോ? പരീക്ഷണം രാവിലെ തൊട്ട് കണ്ടില്ല. ചായ കുടിക്കാനും വന്നിട്ടില്ലടാ. ശരീരവേദന എന്നൊക്കെ പറയണ്ടായിരുന്നു. എന്താ പറ്റിയെന്നറിയില്ല. ചേച്ചി പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല്. ഇനി പരീക്ഷണം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ അങ്ങ് മുറിവും. അന്നറിയാലോ ഗേറ്റിന്റെ അവിടെ നടത്തിയ സ്ഫോടനം വീടോടെ ചിലപ്പോ പൊട്ടിത്തെറിക്കും. ചെല്ലങ്ങോട്ട്. എന്റെ അമ്മേ. ബാലു, എന്ത് കുറ്റിയിട്ട് വെച്ചേക്കണേ? എന്തിനാ കുറ്റിയിട്ടേ? ബാലു, ബാലു പറഞ്ഞേ. വാതില് തുറക്ക്. എന്തിനാ കുറ്റിയിട്ടേ? തുറന്നോ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചവിട്ടി പൊളിക്കും. അത്യാവശ്യമൊന്നും കാണിക്കില്ലേട്ടാ. വാടക വീട് ചവിട്ടി പൊളിക്കുന്ന്. വാതിൽ തുറക്ക്. അളിയെ തുറക്കാൻ. എന്താ? ഇന്നലെ മഞ്ഞും കൊണ്ട് ഉറക്കം ഒഴിഞ്ഞ് മുഴുവൻ ഭയങ്കര വേദന. പറയണ്ട. പനി 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 പനി. ഇത് ശരിയാവും. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ശരിയാവും. ആവി പിടിച്ചാ മതി. അളിയന്റെ ലൊട്ടിലൊടുക്ക് പരിപാടി ഉണ്ടെന്നും കാര്യം നടക്കൂലേ. വിക്സിടാ. വിക്സിട്ടൊന്നും പനി മാറില്ലെന്നേ. വാ പോവാം. അളിയാ, ശ്രീകുട്ടാ, എവിടെയെങ്കിലും പോയി ഗുളിക വാങ്ങിച്ചോണ്ടോ. എവിടെയെങ്കിലും പോയി ഗുളിക വാങ്ങിച്ചോണ്ട് വന്ന കാര്യം നടക്കൂല. മരുന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ. പ്രിസ്ക്രിപ്ഷൻ. ഡേയ്, ഈ ആശുപത്രിയിൽ ചെന്ന് കാര്യം പറഞ്ഞാൽ മതി. അവര് ഗുളിക തരും. പോ, വാ, പൈസ വാങ്ങിച്ചോണ്ട് പോ. അളിയന്റെ കൊച്ചച്ഛനല്ലേ അവിടെ ഇരിക്കുന്നത്. ശ്രീകുട്ട, ഒരു കാര്യം ചെയ്യുന്നൊരു പയ്യൻ നമ്പർ ഒന്നില്ലായിരുന്നോ കാറിന്റെ? അവനെ വിളിച്ച് പറ, കാർ വരാൻ പറ. വണ്ടിയൊന്നും വിളിക്കണ്ട. ആവശ്യമില്ല പ്രശ്നം ഉണ്ടാക്കരുത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഡേ അല്ല, ഇപ്പൊ എന്താ പ്രശ്നം? ചുമ്മാ റിസ്ക് എടുക്കുന്ന എന്തിനാ അച്ഛാ? ബാ, ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ വരണില്ലെന്ന് പറഞ്ഞില്ലേ? പോവാണ്ടേ അവിടുന്ന്. കാറ് വിളിക്കാം, കാറ് വിളിക്കാം. എടാ, എനിക്ക് പൈസ അലവാടാ. പോടാ അവിടുന്ന്. അല്ലെങ്കിൽ അളിയനെ കൊണ്ട് പൈസ അലവ് തന്നെയാണ്. ഇപ്പൊ കാറ് വിളിച്ചിട്ട് നമുക്ക് പോവാം. ഇഞ്ചക്ഷൻ എടുക്കാം. ചട്ടത്തിൽ 2 ഇഞ്ചക്ഷനും പിന്നെ അല്ലെങ്കിൽ 3 ട്രിപ്പ് കൊടുക്കാം. അല്ലേ ചേച്ചി? അതല്ല, അപ്പൊ ശരിയാവും. ഞാൻ പറഞ്ഞതാണ്. ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ഞാനാണ് ഈ വീട്ടിലെ ഗ്രഹനാഥൻ. ഞാൻ പറയണ അനുസരിച്ചോണം. പൊയ്ക്കോ പൊയ്ക്കോ. ഓ അമ്മാ, ഇത് പ്രശ്നവും ചേച്ചി കൊണ്ടുപോകാം. നിനക്ക് എന്തടാ ഇത്ര ധൃതി എന്നെ കൊണ്ടുപോവാൻ? നീ നിന്റെ വീട്ടിൽ പോടാ. മക്കളെ, അതാണ് അച്ഛൻ വരാത്തത്. അച്ഛൻ ഇഞ്ചക്ഷൻ പേടിയടാ. ട്രിപ്പ് കണ്ടാലും അച്ഛൻ തലയിറങ്ങി വീഴും. അച്ഛാ, ഇഞ്ചക്ഷൻ എടുക്കാന്ന് പറഞ്ഞു തലയിറങ്ങി വീഴോടാ. പിടിയടാ, എല്ലാം നുറുങ്ങിയിരിക്കാണ്. പിടിയടാ, പിടി.
അതാ കിടക്കുന്നത് പിടിക്കണത് പിടിക്കണമെന്ന് പറയുന്ന ആദ്യ ആള് എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാണെന്ന് പറഞ്ഞില്ലേ കൊണ്ടുപോകണ പേടിയാണെന്ന് പറഞ്ഞിട്ടാ എന്തിനാ ബാലു ഇങ്ങനെ ബലം പിടിക്കണേ? കൊല്ലാൻ കൊണ്ടുപോകണ എന്നെ അത് വണ്ടി പിടി. എന്റെ അമ്മ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇഞ്ചക്ഷൻ പറ്റൂല എനിക്ക്. എടാ അങ്ങോട്ട് മാറടാ. വിറക്കില്ലടാ. ഞാൻ വരാം ചെരുപ്പിന്റെ ഇട്ടോട്ട്. എനിക്ക് ഇഞ്ചക്ഷൻ പേടി. എനിക്ക് ഇഞ്ചക്ഷൻ പേടി. വീണ് എല്ലാരും കൂടെ ഇഞ്ചക്ഷൻ വേണ്ട, നമുക്ക് വെറുതെ കാണിച്ചിട്ട് വരാം. എണീക്ക്. ഇഞ്ചക്ഷൻ എടുക്കാൻ സംഭവിക്കില്ലേ? ഇല്ല, എടുക്കില്ല. വലിക്കല്ലേ? എണീക്ക് ബാലു, അടക്കം വയ്യ. എന്നിട്ടും ഞാനിനി തിരിച്ചു വരൂല. വരണ്ട പോ. അയ്യോ എന്റെ അയ്യോ ഓട്ടോ വിളിക്കേ ചെല്ലച്ചാ.